തിരുവനന്തപുരം സെന്റ് ഡൊമിനിക് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ അധ്യാപകരുടെ മാനസിക പീഡനം മൂലമെന്ന് ആരോപിച്ച് വൻ പ്രതിഷേധം. കുറ്റക്കാരായ അധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും സ്കൂളിനകത്തും ഓഫീസിന് പുറത്തും പ്രതിഷേധിച്ചിരുന്നു. സ്കൂളിൽ നിന്ന് നേരത്തെയും അനുഭവം ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും മാർക്ക് കുറഞ്ഞതിൽ കുട്ടികളെ നിരന്തരം അപമാനിക്കുന്നുവെന്നും രക്ഷിതാക്കൾ മനോരമ ന്യൂസിനോട് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തെ സെന്റ് ഡൊമിനിക്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സംഭവം നടന്നിട്ടുള്ളത്. അവിടെ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ഏതൊരു ആത്മഹത്യയാണെങ്കിലും അതിന് പുറകിൽ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് പുറകിലെ കാരണം എന്ന് പറയുന്നത് ആ സ്കൂളിലെ അധ്യാപകർ കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നാണ്. എന്തായാലും ഇത് വാർത്തയായിട്ടുണ്ടായിരുന്നു, ചർച്ചയായി, പ്രശ്നമായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിലെ കുട്ടികളെല്ലാം ഒരുപോലെ ഇറങ്ങി പ്രതിഷേധം അറിയിച്ചു. കുട്ടികൾ മാത്രമല്ല, കുട്ടികളുടെ പാരന്റ്സും പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതിഷേധം മുൻപോട്ട് പോയ സമയത്ത് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് അറിയാൻ പറ്റിയിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയായിട്ടുള്ള ജോയ്സി പ്രിൻസിപ്പൽ ആണ്. അപ്പം ഈ ജോയ്സിയും അതുപോലെ തന്നെ സ്കൂളിലെ മറ്റൊരു അധ്യാപിക എന്നൊന്നും ഇവർ പറയാൻ പാടില്ല, കാരണം പ്രവൃത്തി കൊണ്ട് ഇവർക്ക് അതിനുള്ള ഒരു യോഗ്യതയൊന്നും ഇല്ല. നമ്മൾ കയ്യിൽ നിന്ന് അധ്യാപിക എന്നൊന്നും കേൾക്കാനുള്ള ഒരു യോഗ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ഇവർ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് അങ്ങനെ പറയാം. അപ്പൊ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയായിട്ടുള്ള സ്റ്റെല്ല, ഇവരൊക്കെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. മൊത്തം 3 പേരെയാണ് അവിടുന്ന് പുറത്താക്കിയിട്ടുള്ളത്. ആ 3ാമത്തെ ആളുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവരൊക്കെ പുറത്താക്കി എന്നുള്ളത് നല്ല വാർത്തയാണ്. ഇതിനകത്ത് കുട്ടികളൊക്കെ ഒരുപോലെ പലരും പറയുന്ന ഒരു പേരുണ്ട്, സ്റ്റെല്ല. സ്റ്റെല്ല ഭയങ്കര കുഴപ്പക്കാരിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെ വാർത്തയിലൊക്കെ കണ്ട സമയത്തുണ്ടല്ലോ, ഈ ജോയ്സി ഇവരൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അതായത് നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ എന്തൊക്കെ മണ്ടത്തരങ്ങളെ പഠിച്ചു വെക്കുന്നതെന്ന് ആലോചിക്കണം. നമ്മൾ ചെറുപ്പകാലത്ത് TV കാണുമ്പം, സിനിമ കാണുമ്പം, അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്ന സമയത്തൊക്കെ കർത്താവിന്റെ മണവാട്ടിമാരായിട്ട് കന്യാസ്ത്രീകളെ കാണും. ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഇവർ ഭയങ്കര നന്മ മരങ്ങളാണ്, ഭയങ്കര കാരുണ്യം, സഹാനുഭൂതി, ഇതൊക്കെ ഉള്ള മനുഷ്യന്മാരാന്നൊക്കെയാണ് ഇവരെ പറ്റി വിചാരിക്കുന്നത്. കാരണം ഇവരെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള മനുഷ്യന്മാർ ഇതിനിടയിലുണ്ട്. ഒരുപാട് മോശം സ്വഭാവമുള്ളവരുണ്ട്, ഒരു കരുണയും ഒന്നുമില്ലാതെ മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറുന്ന മനുഷ്യന്മാരൊക്കെ ഇവർക്കിടയിലുണ്ട്. പക്ഷെ നമ്മുടെ മുൻപിലേക്ക് ഇവരെ വിശുദ്ധരാക്കപ്പെട്ട് അങ്ങനെ ചിത്രീകരിച്ച് നമ്മൾ തെറ്റിദ്ധരിച്ചു ഇവരൊക്കെ വേറെ ഏതോ മാലാകമാരാണെന്ന്. അപ്പൊ അതല്ല എന്നാണ്, എല്ലാവരും മാലാകമാരല്ല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയതായിട്ടുള്ള വാർത്തകൾ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ആ ഒരു വിഗ്രഹവും ഉടനെ വീണു എന്നുള്ളതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മാലാകമാരെന്നും പറഞ്ഞ് നമ്മൾ കണ്ട ആൾക്കാർ തന്നെ കുട്ടികളെ അങ്ങ് ഉപദ്രവിച്ചു, കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയിരിക്കുന്നത്. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. പിന്നെ ഇതിനകത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈ പാരന്റ്സ് ഇല്ലേ, പാരന്റ്സ് മക്കളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് എല്ലാ പാരന്റ്സിനും വിദ്യാഭ്യാസം എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സമൂഹത്തിൽ എന്തെല്ലാം നേടാൻ പറ്റുമെന്നും എത്രത്തോളം ബഹുമാനം നേടാൻ പറ്റുമെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അറിയുന്ന, അത് അനിവാര്യമാണെന്ന് തിരിച്ചറിയുന്ന പാരന്റ്സ് കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഈ ഗവൺമെന്റ് സ്കൂളിലൊന്നും കുട്ടികളെ വിട്ട് പഠിപ്പിക്കാൻ അധികം ആളുകൾക്കും താല്പര്യം ഉണ്ടാവില്ല. വിദ്യാഭ്യാസപരമായിട്ട് ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്റെ മോൾ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുമ്പോൾ സമൂഹം അവരെ ആദരിക്കും. ആ ആദരവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് പാരന്റ്സ് ചേർക്കും. പിന്നെ അതൊരു ട്രസ്റ്റും കൂടിയായിട്ട്, ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ കുട്ടികളെ നല്ല പോലെ നോക്കുന്നുള്ള ഒരു വിശ്വാസം കൂടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് കുട്ടികളെ പറഞ്ഞയക്കും. എത്ര ഫീസ് വേണമെങ്കിലും അതിനുവേണ്ടി കെട്ടിവെക്കും. ഉള്ള കാലം മൊത്തം കഷ്ടപ്പെട്ട് കുട്ടികളുടെ ആ വിദ്യാഭ്യാസം മൊത്തം പൂർത്തിയാക്കാൻ ഇവർ ട്രൈ ചെയ്യും. അത്തരത്തില് എഫേർട്ട് എടുക്കുന്നുണ്ട് പാരന്റ്സ് ഒക്കെ. പക്ഷെ ഈ കുട്ടികളിൽ ചെന്ന് കയറുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവർ കംഫർട്ടബിൾ ആണോ എന്നുള്ള കാര്യം മാത്രം പല പാരന്റ്സും അന്വേഷിക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ ആയുസിന്റെ പകുതി എന്ന് പറയുന്നത് പോലെ സമയം ചെലവഴിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ട് എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ? നിങ്ങൾ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആണോ? ടീച്ചേഴ്സിന്റെ പെരുമാറ്റം ഓക്കെ ആണോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടോ? ഇതൊക്കെ കുട്ടികളോട് ചോദിക്കാം. അതിലൊന്നും ഒരു നാണക്കേടിന്റെ ആവശ്യമില്ല. പക്ഷെ പാരന്റ്സ് പലപ്പോഴും ചോദിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ടാണ്. ചെന്ന് കയറുന്ന സ്ഥലത്ത് കുട്ടികൾ ഓക്കെ ആണോ എന്ന് ചിന്തിക്കാനും പാരന്റ്സിന് പറ്റണം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും പാരന്റ്സ് ഒന്ന് അത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഒരുപാട് പ്രതീക്ഷയോട് കൂടി പഠിപ്പിക്കാൻ വിടുകയാണ്. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കരഞ്ഞ് നിലവിളിച്ചു വരുന്നു, അവർക്ക് അവിടെ താങ്ങാൻ പറ്റുന്നില്ല, ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഓരോരോ പ്രശ്നങ്ങളിലൂടെ കുട്ടികൾ പോവാണ്. ഇപ്പൊ ഈ പെൺകുട്ടി എന്തിനാണ് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്?
മാനസികമായിട്ടുള്ള പീഡനമാണ് അധ്യാപകരുടെ. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയോ? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ ഷഫിൾ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാർക്ക് കുറഞ്ഞ ആശിർ നന്ദ എന്ന വിദ്യാർത്ഥിയെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റി. അത് സത്യമാണ് എന്നാണ് പറയുന്നത്. അത് അത്തരത്തിൽ തന്നെയാണ് തങ്ങൾ നടത്താറുള്ളത്. തങ്ങളുടെ PTA മിനിറ്റ്സിൽ അതുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കൊരു PTA മിനിറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. അതിൽ പക്ഷേ അത് പറയുന്നില്ല. അതായത് കുട്ടികളുടെ പഠന നിലവാരം അനുസരിച്ച് ഇങ്ങനെ ഷഫിൾ ചെയ്യും, ക്ലാസ്സുകളൊക്കെ വേർതിരിച്ചെടുക്കും. പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിൽ, പിന്നെയുള്ള കുട്ടികൾ വേറെ ക്ലാസ്സിൽ, തീരെ പഠിക്കാത്ത കുട്ടികളെല്ലാം വേറെ ക്ലാസ്സിൽ. അത് പല സ്കൂളുകളിൽ നടക്കുന്ന കാര്യമാട്ടോ, ഈ സ്കൂളിൽ മാത്രമൊന്നുമല്ല. അപ്പോൾ ഇത്തരത്തിൽ ഷഫിൾ ചെയ്ത സമയത്ത് കുട്ടിക്ക് മാനസികമായിട്ട് പ്രശ്നം വന്നു. അങ്ങനെ കുട്ടി കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. സ്കൂൾ ബസ് ഇറങ്ങുന്ന സമയത്ത് കുട്ടി അച്ഛനോട് പറയുന്നുണ്ട് സങ്കടം. അങ്ങനെ സങ്കടം പറഞ്ഞു പോയ കുട്ടി സൂയിസൈഡ് ചെയ്യാണ്. ആ കുട്ടിക്ക് ആ ഒരു മാനസിക സമ്മർദ്ദം അത് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതിനിപ്പോ കുട്ടികളെ കൂട്ടുകാരെയൊക്കെ വേർപിരിയുന്നതിന്റെ വിഷമമാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് മറ്റേതെങ്കിലും തരത്തിൽ അപമാനം ഉണ്ടായോ, അതൊക്കെ ആ കുട്ടിക്ക് വ്യക്തമായിട്ട് അറിയുള്ളൂ. എന്തായാലും അത് കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പഠന നിലവാരം അനുസരിച്ച് കുട്ടികളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ വളരെ ബോറിംഗ് ഏർപ്പാടാണ്. കാരണം എനിക്കതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഹൈസ്കൂൾ പഠിച്ചത് ഒരു മാനേജ്മെന്റ് സ്കൂളിലായിരുന്നു. അവിടെ ഒരുപാട് ഡിവിഷൻ ഉണ്ട്. 10A തുടങ്ങുകയാണെങ്കിൽ 10T വരേക്ക് അങ്ങനെ അങ്ങ് ഡിവിഷൻ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരം നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെല്ലാം ഒരു ഡിവിഷനിലേക്ക് കൊണ്ടുപോയിട്ടിടും. പിന്നെ പഠിക്കുന്ന കുട്ടികളെ അടുത്ത ഡിവിഷനിലേക്ക്, അങ്ങനെ പോയി ഏറ്റവും പഠിക്കാൻ പുറകിലോട്ടുള്ള കുട്ടികളെല്ലാം ഏറ്റവും അവസാനത്തെ ഡിവിഷനിൽ കൊണ്ടുപോയിട്ടിടുക. അതായിരുന്നു അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത്, ഞാൻ ഈ 10ാം ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് ഈ ഒരു ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുള്ള ക്ലാസ്സിലേക്ക് എത്തില്ലേ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക സംഘർഷം ആ പ്രായത്തിൽ ഫീൽ ചെയ്യുമായിരുന്നു. അത് പേടിച്ചിരിക്കുകയായിരുന്നു. വെക്കേഷൻ വന്ന സമയത്തും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ദൈവമേ, ഞാനെങ്ങാനും ഈ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഈ പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സിൽ എത്തിയില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ടെൻഷനാവും. എനിക്ക് അപമാന ഭാരം പോലെയായിരുന്നു ആ സംഭവം. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ഈ പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സിലേക്ക് എത്തി. ഭാഗ്യം എന്ന് പറയാൻ കാരണം, ഞാൻ അങ്ങനെ ഈ പറയുന്ന പോലെ 10ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ എത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ നല്ല പോലെ മാനസിക സമ്മർദ്ദം അനുഭവിക്കും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ്. എനിക്കിത് താങ്ങാൻ പറ്റില്ലായിരുന്നു ആ പ്രായത്തില്. അതൊരു അപമാന ഭാരമൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ പഠിക്കാത്ത കുട്ടികളുടെ കൂട്ടത്തിൽ എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കിയെടുത്തത് ടീച്ചേഴ്സ് തന്നെയാണ്. ഈ പഠിക്കുന്ന കുട്ടികളെല്ലാം അടിപൊളിയാണെന്ന് പറയുന്ന ടീച്ചേഴ്സിന്റെ ആ കോൺസെപ്റ്റിന്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ എനിക്കത് മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രശ്നമാണ്, എനിക്കിതൊരു അപമാനമാണെന്നുള്ള ഫീൽ ആയിരുന്നു ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയ്ക്ക് ഫിയർ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊരു അപമാന ഭാരമാണെന്നുള്ള തോന്നൽ, ആ ഒരു വേർതിരിവ് എന്റെ ഉള്ളിൽ ആ ഒരു കാലത്തെ വന്നിട്ടുണ്ട്. ഇത് ടീച്ചേഴ്സ് ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ്. അപ്പൊ അതേപോലെ തന്നെയായിരിക്കും ഈ കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, ക്ലാസ് റൂമിനകത്ത് പഠിക്കുന്നവരെ ഒരുമിച്ച് എണീപ്പിച്ച് നിർത്തുക, പഠിക്കാത്തവരെ വേറെ എണീപ്പിച്ച് നിർത്തുക, അവരെയൊക്കെ വേർതിരിക്കുക. ആ വേർതിരിവ് കുട്ടികൾക്ക് അപമാനം ഉണ്ടാക്കും, മാനസിക വിഷമം ഉണ്ടാക്കും, സമ്മർദ്ദം ഉണ്ടാക്കും, നമ്മളെന്തോ മോശമാണെന്നുള്ള ഫീൽ ഉണ്ടാക്കും, മറ്റൊരാളെ ഫേസ് ചെയ്യാനുള്ള പ്രശ്നം ഉണ്ടാക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായത് കാരണമാണ്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഈ ഷഫിൾ ചെയ്ത സംഭവം അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഈ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ. ഈ പഠിക്കാത്ത കുട്ടികളെ അല്ലെങ്കിൽ പഠിക്കാൻ ഒന്ന് പുറകിലോട്ട് നിൽക്കുന്ന കുട്ടികളെല്ലാം പഠിപ്പിച്ച് ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഏറ്റവും മികച്ച കാര്യം. അവിടെയാണ് ടീച്ചേഴ്സായിട്ട് മാറുന്നത്. അല്ലാണ്ട് വേർതിരിക്കല്ല വേണ്ടത്. എല്ലാ കുട്ടികളെയും ഇടകലർത്തി നിർത്തി പഠിപ്പിച്ചിട്ട് തന്നെ വേണം ഈ കുട്ടികളെയും നല്ല ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കാൻ. വേർതിരിച്ചെടുത്തിട്ട് കുട്ടികളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവർക്ക് അപകർഷത കുത്തി നിറച്ചിട്ട് അങ്ങനെയല്ല നിലവാരം ഉണ്ടാക്കി എടുക്കേണ്ടത്. എന്തായാലും ഈ ഒരു ഷഫിൾ ചെയ്യുന്ന പരിപാടിയോട് എനിക്ക് യോജിപ്പില്ല. ആ കുട്ടിയും അതുപോലെ തന്നെയുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി. കുട്ടിയും കുറെ അനുഭവിച്ചു. അങ്ങനെ കുട്ടിയെ സൂയിസൈഡ് ചെയ്തു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഓരോരോ ചർച്ചകൾ വന്ന സമയത്ത് ആ സ്കൂളിനകത്ത് പഠിക്കുന്ന കുട്ടികൾ തന്നെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. സ്കൂളിനകത്തുള്ള ചില അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് കേട്ട് നോക്കാം. കുറച്ച് മുടി ഉണ്ടെങ്കിൽ അപ്പൊ വെട്ടാൻ പറയും. ഞങ്ങളോട് ഫുൾ മൊട്ടടിക്കാനൊക്കെ പറയുന്നു. ചെറിയ മൊട്ടടിച്ചു വന്നാലും അവര് മൊട്ടടിക്കാൻ വീണ്ടും പറയും. മുടി കുറച്ച് ഫുള്ള് മൊട്ടടിച്ചു തരാൻ പറയും. വെറുതെ ചെവി പിടിച്ച് ഒരു കാര്യമില്ലാണ്ടാക്കുക, വെറുതെ അടിക്കുക. ഇതാണ് പറയാനുള്ളത്. എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം എന്റെ 4 പഠിക്കുന്ന കൊച്ചിന്, പെങ്കൊച്ചാണ്. ആ കൊച്ചിനെ കഴിഞ്ഞ വർഷം സിസ്റ്റർ കാല് പിടിപ്പിച്ചു. അപ്പൊ ഞാൻ ഈ കാര്യത്തിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കൊച്ചു വീട്ടിൽ വന്നു കഴിയുമ്പോൾ വളരെ മോശമായിട്ട് പോയി. ഇങ്ങനെ വളരെ കണ്ടീഷൻ വളരെ മോശം. കൊച്ചു രാത്രി ഉറങ്ങുന്നില്ല, ഭയങ്കര പ്രശ്നം. അപ്പൊ ഞാനിവിടെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടുന്ന് തന്നെ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ അവനെ മെന്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ തെറ്റിന്റെ പേരിലാണ്. ഇതിനു മുമ്പ് പറഞ്ഞ സ്റ്റെല്ല, ആ ടീച്ചറെ കുറിച്ച് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പരിചയമില്ല. പക്ഷേ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ പറയാറുണ്ട് വളരെ മോശമായിരുന്നു,
കുട്ടികളോടൊക്കെ ഭയങ്കര റൂഡായിട്ടായിരുന്നു, എന്തോ മുൻവൈരാഗ്യം പോലുള്ള സംസാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂളിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ മുൻപേ പറഞ്ഞ പോലെ പാരന്റ്സ് ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് സമ്പാദിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞയക്കുന്നു. സ്കൂളിനകത്ത് കയറി ചെല്ലുന്ന കുട്ടികൾക്ക് ചവിട്ടേൽക്കേണ്ടി വരിക, കാല് പിടിപ്പിക്കുക, നുള്ള പിച്ച മാന്തുക, ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നതെന്ന് ആലോചിക്കണം. ഈ കുട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്, അവരും വ്യക്തികളാണ്. എനിക്ക് ഈ കുട്ടികളുടെ മുടി വെട്ടാൻ നിർദ്ദേശിക്കാം, കുട്ടികളെ കൺട്രോൾ ചെയ്യുക, എനിക്ക് പേഴ്സണലി അതിനോട് ഒരു താല്പര്യമില്ല. ഈ കുട്ടികൾ അത്തരത്തിൽ കൺട്രോൾ ചെയ്തിട്ടൊന്നും അല്ല വളർത്തേണ്ടത്. പല കുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നമാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മുടി വെട്ടാൻ പറ്റുന്നില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിർത്തേണ്ട സംഭവമൊക്കെ ആയിട്ടുണ്ട്, കാലഘട്ടമായിട്ടുണ്ട്. കുറെ പ്രാകൃതമായിട്ട് കുട്ടികളെ ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കുട്ടികളെ എങ്ങനെ ഉപദ്രവിക്കാന്ന് പറയുന്നത്, ആ സ്റ്റെല്ല എന്ന് പറഞ്ഞ അധ്യാപികയെ കുറിച്ചാണ് അവർ പറയുന്നത്, കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്ന്. ചെറുപ്പത്തിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങള്. നമുക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പല തരത്തിലുള്ള ട്രോമകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനൊക്കെ അതിജീവിക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും അതിജീവിക്കാൻ പറ്റണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ ഇതിനകത്ത് ഈ സൂയിസൈഡ് ചെയ്ത പെൺകുട്ടിയുടെ അവസ്ഥ നോക്കണം. ആ കുട്ടിക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അവര് ഭയങ്കരമായിട്ട് മാനസികമായി ബുദ്ധിമുട്ടി അവസാനം ജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ടീച്ചേഴ്സ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ പഠന വിഷയങ്ങളൊക്കെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ കുട്ടികളുടെ മനഃശാസ്ത്രം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു ക്ലാസ്സിൽ നിന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് മാറുന്ന സമയത്ത് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പൊ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് കൗൺസിലിംഗ് കൂടി നൽകാൻ പ്രാപ്തരാകണം അധ്യാപകര്. അല്ലാണ്ട് കുറെ ഫിസിക്സും കെമിസ്ട്രിയും കുറെ കാര്യങ്ങൾ ബുക്കിനകത്തുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു കുട്ടിയാണെന്നും ഒരു മനുഷ്യനാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാല് ചവിട്ട്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, നമ്മളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബുക്ക് എടുത്തൊരു ഒറ്റയേറെ ക്ലാസ്സിന് പുറത്തോട്ട്. ആ സമയത്ത് നമ്മുടെ നെഞ്ചു വേദനിക്കും. നമ്മുടെ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് അവര് വാങ്ങിച്ച ബുക്കാണത്, ആ ബുക്ക് എടുത്ത് വലിച്ചെറിയുന്ന സമയത്ത് ഇത് അനുഭവിക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ ക്ലാസ്സിന് പുറത്ത് പോയി നിൽക്കാൻ പറയാ, മുട്ടുകുത്തി നിൽക്കാൻ പറയാ, പല രീതിക്കുള്ള ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിനകത്ത്. ഇതൊന്നും എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല. കുട്ടികളെ കൺട്രോൾ ചെയ്യണം, പക്ഷെ അതിന് കുറച്ച് മാന്യമായ രീതികളുണ്ട്. നിങ്ങളുടെ മനോവൈകല്യങ്ങളല്ല കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടത്. പിന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉന്നത വിജയമാണ് ലക്ഷ്യം. കുട്ടികളെ ഇങ്ങനെ ഷഫിൾ ചെയ്ത് കൊണ്ടുപോയിട്ട് പഠിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല വിജയം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ സ്കൂളിന്റെ അന്തസ്സ് കൂടും, അതുപോലെ തന്നെ സ്കൂളിന്റെ സൽപ്പേര് കൂടും. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ്. കുട്ടികളെ വളരെയധികം വേർതിരിച്ചെടുത്ത് അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുക ചെയ്യുന്നത്. ഇത്തരം ഒറ്റ രീതിയോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല, ഒരു രീതിയോടും അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. പാരന്റ്സ് ടീച്ചേഴ്സിനെ വിശ്വസിച്ച് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നു എങ്കിൽ ടീച്ചേഴ്സ് ആ ഒരു വിശ്വാസ്യത എന്ന് പറയുന്ന സംഭവത്തെ മാനിക്കണം. അതിനെ മാനിച്ചുകൊണ്ട് മാത്രം കുട്ടികളോട് ഇടപഴകണം. അങ്ങനെ മാത്രം കുട്ടികളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം. അല്ലാണ്ട് കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടല്ല കുട്ടികളെ മുൻപോട്ട് കൊണ്ടുവരേണ്ടത്, അവർക്ക് ഉന്നത വിജയം നേടിക്കൊടുക്കേണ്ടത്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠിച്ച കുട്ടികൾ തന്നെ പരാതി പറയുന്നുണ്ട്, സ്കൂളിൽ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതിപ്പം പല സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ തന്നെ പലതും പലർക്കും പറയാനുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പഠിച്ച മാനേജ്മെന്റ് സ്കൂളിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് ശരികേട് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ട്, പലതും പറയാനുണ്ട്, എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ രീതികളൊക്കെ മാറ്റിയിട്ട് കുട്ടികളെ കുറെ കൂടി മാന്യമായിട്ട് കൈകാര്യം ചെയ്യണം. മിക്ക കുട്ടികളും വീടിനകത്തുള്ള പ്രഷർ താങ്ങാൻ വയ്യാണ്ടാണ് സ്കൂളിൽ വരുന്നത്. അപ്പൊ ഇവിടുന്ന് അതിനേക്കാൾ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് തീരെ താങ്ങാൻ പറ്റില്ല. സോ കുട്ടികളും മനുഷ്യരാണെന്നും അവരൊക്കെ കുട്ടികളാണ്, വലിയ മുതിർന്ന മനുഷ്യരല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവരോട് ഇടപഴകാന്. കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കരുത്. അവരെ വിശ്വസിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ആ ഒരു പാരന്റ്സിനെ നിങ്ങളുടെ സ്വഭാവ വൈകല്യം കാരണം ചതിക്കരുത്.